MAT 201 PDE ആൻഡ് കോംപ്ലക്സ് അനാലിസിസ്, ഇതാണല്ലോ നമ്മുടെ പേപ്പറിൻ്റെ പേര് അല്ലേ. അപ്പോൾ ഈ പേപ്പറിൽ നമ്മൾ 3rd മൊഡ്യൂളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 3rd മൊഡ്യൂൾ മുതലാണ് നമുക്ക് കോംപ്ലക്സ് അനാലിസിസ് വരുന്നത്. ആ കോംപ്ലക്സ് ഫംഗ്ഷൻ z=0 എന്ന് പറയുന്ന പോയിന്റ്, അതായത് ഒറിജിനിൽ കണ്ടിന്യൂസ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ. ഓക്കെ അല്ലേ, വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. 3 മാർക്കിന് എപ്പോഴും നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കേണ്ട കാര്യം വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ്. ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ ഈ f(z)നെയാണ് കോംപ്ലക്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ f(x) എന്നാണല്ലോ ഫംഗ്ഷൻ ഡിനോട്ട് ചെയ്യാറ് ഇല്ലേ. അപ്പോൾ f(z)നെ നമ്മൾ കോംപ്ലക്സ് ഫംഗ്ഷൻ എന്നാണ് വിളിക്കുക. വേർ z റെപ്രസെൻറ്റ്സ് കോംപ്ലക്സ് വേരിയബിൾ. ഓക്കെ, അപ്പോൾ f(z)നെ നമ്മൾ കോംപ്ലക്സ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നു. അതിൽ z-നെ നമ്മൾ കോംപ്ലക്സ് വേരിയബിൾ എന്നാണ് പറയുക. ഓക്കെ അല്ലേ. അപ്പോൾ ഈ z-നെ നമുക്ക് x+iy എന്നാണ് ഡിനോട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ എക്സിനെ നമ്മൾ റിയൽ പാർട്ട് ഓഫ് ഇസഡ് എന്നും വൈനെ നമ്മൾ ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ് എന്നും വിളിക്കും. ഐ ഉള്ള ഭാഗവും ഐ ഇല്ലാത്ത ഭാഗവും. അപ്പോൾ ഐ ഇല്ലാത്ത ഭാഗത്തിനെ നമ്മൾ റിയൽ പാർട്ട് എന്നും ഐൻ്റെ കൂടെ ഉള്ളതിനെ നമ്മൾ ഇമാജിനറി പാർട്ട് എന്നും വിളിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് എക്സ് ആണ് റിയൽ പാർട്ട് ഓഫ് ഇസഡ്, വൈ ആണ് ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ്. ഐ വേണ്ട കേട്ടോ, ഐൻ്റെ കൂടെ ഉള്ള ആൾ. ഇതിനാണ് നമ്മൾ കാർട്ടീഷ്യൻ ഫോം എന്ന് പറയാം. കാർട്ടീഷ്യൻ ഫോം. അപ്പോൾ ഈ പേര് നിങ്ങൾ ഓർത്ത് വെക്കൊന്നും വേണ്ട, പറയാൻ പൊതുവായിട്ട് പറഞ്ഞതേ ഉള്ളൂ. കാർട്ടീഷ്യൻ ഫോം എന്ന് പറയാം. അപ്പോൾ കോംപ്ലക്സ് വേരിയബിൾ ആയിട്ടുള്ള z-നെ നമുക്ക് ഒരേ സമയം കാർട്ടീഷ്യൻ ഫോമായിട്ട്, അതായത് XY ഫോം എന്ന് പറയും, എക്സിലും വൈയിലുള്ള ഫോം. അപ്പോൾ x+iy ആയിട്ടും, അതേപോലെ പോളാർ ഫോം അല്ലെങ്കിൽ r(θ) ഫോം എന്ന് പറയും. ആറും തീറ്റയുള്ള ഫോം, ഇത് എക്സും വൈയുള്ള ഫോം. അവിടെ നമ്മൾ റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്നത് z=r(e⁻iθ) എന്നാണ്. ഈ e⁻iθക്ക് നമുക്കൊരു ഫോർമുല ഉണ്ട്. ദാറ്റ് ഈസ് cos θ പ്ലസ് i sin θ. ഓക്കെ, cos θ പ്ലസ് i sin θ. നമ്മൾ r കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ r cos θ പ്ലസ് i r sin θ എന്ന് കിട്ടും അല്ലേ. അപ്പോൾ x+iy എന്ന് പറയുന്ന കാർട്ടീഷ്യൻ ഫോമും അതേപോലെ ഇസഡിനുള്ള കറസ്പോണ്ടിങ് പോളാർ ഫോമാണ് r cos θ പ്ലസ് i r sin θ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതൊന്ന് ജസ്റ്റ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എക്സിൻ്റെ സ്ഥാനത്തോടെ കിട്ടും നമുക്ക് ആരാണ്? r cos θ. വൈൻ്റെ സ്ഥാനത്തോ, അതായത് ഇവിടുത്തെ ഇമാജിനറി പാർട്ടും ഇവിടുത്തെ റിയൽ പാർട്ടും നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. y r sin θ. അപ്പോൾ ഇതാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ അല്ലേ. അപ്പോൾ ഈ ഒരു പോയിൻ്റ് നിങ്ങൾ ഓർത്ത് വെക്കണം. ഓർത്ത് വെക്കേണ്ടത്? നമ്മൾ കാർട്ടീഷ്യൻ ഫോം, അതായത് കാർട്ടീഷ്യൻ ഫോമിൽ നമ്മൾ z-നെ x+iy എന്നാണ് ഡിനോട്ട് ചെയ്യുക അല്ലേ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പോളാർ ഫോമിൽ നമ്മൾ എന്താ പറയുക? r cos θ പ്ലസ് i r sin θ. സോ വി ക്യാൻ റൈറ്റ് x=r cos θ, y=r sin θ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. എക്സിന് r cos θ, വൈക്ക് r sin θ കൊടുക്കുക. ഇനി എവിടെയെന്നല്ലേ, നമുക്ക് സാധാരണ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ തരുന്ന കോംപ്ലക്സ് ഫംഗ്ഷൻ ഇങ്ങനെ നമ്മൾ ജനറലായിട്ട് ഡിനോട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ലിമിറ്റ് z→0. നമുക്ക് z0ലാണ് എപ്പോഴും പ്രോബ്ലം വരിക കേട്ടോ. വേറെ 1 - 1 ഒന്നും വരില്ല, ഓൾട്ടർ ചെയ്യില്ല. അപ്പോൾ ലിമിറ്റ് z→0 f(z). ഓക്കെ അല്ലേ. അതാണ് ജനറലായിട്ട് ആ പ്രോബ്ലത്തിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. ദാറ്റ് = അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഇതിനെ കാർട്ടീഷ്യൻ ഫോമാക്കി മാറ്റുക. കാർട്ടീഷ്യൻ ഫോം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്തേ ഉള്ളൂ? XY ഫോമിലേക്ക് z-ൽ x+iy കൊടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ അല്ലേ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ചെയ്യാനുള്ളൊരു വർക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ f(z)നെ കറസ്പോണ്ടിങ് കാർട്ടീഷ്യൻ ഫോമിലേക്ക് മാറ്റും. അതിൻ്റെ ശേഷം നമ്മൾ എക്സിന് r cos θയും വൈക്ക് r sin θയും കൊടുക്കും. ക്ലിയർ? ഇതിനാണ് നമ്മൾ പോളാർ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ കറസ്പോണ്ടിങ് പോളാർ റെപ്രസെൻറ്റേഷനാക്കി മാറ്റുക. അപ്പോൾ നമുക്കിവിടെ കിട്ടൽ ലിമിറ്റ് f(r(θ). അതാണ് പോളാർ ഫോമിൻ്റെ വെർഷൻ. മറ്റേത് f(z) അല്ലെങ്കിൽ f(x, y), f(x+iy) എന്നൊക്കെ പറയാം. അപ്പോൾ അതിന് നമ്മൾ കറസ്പോണ്ടിങ് എക്സിന് r cos θയും വൈക്ക് r sin θയും കൊടുത്ത ശേഷം എന്താക്കി എഴുതുന്നു? f(r(θ) ആക്കി മാറ്റുന്നു. ഇതിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കുന്നത് r→0 എന്നാണ്. അപ്പോൾ z→0 ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്തായിട്ട് എഴുതും? നെക്സ്റ്റ് സ്റ്റെപ്പിൽ r→0 എന്നാക്കി എഴുതും. ഇത്രേ പണിയുള്ളൂ. ഓക്കെ അല്ലേ. ഇതിൻ്റെ ആൻസർ നമുക്ക് ചില കേസിൽ 0 കിട്ടും. അപ്പോൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് 0 കിട്ടും. 0 കിട്ടുകയാണെങ്കിൽ നമ്മൾ പറയും ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണെന്ന്. അതായത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു ആയതിനാൽ ഫംഗ്ഷൻ എന്താണ്?
കണ്ടിന്യൂസ് ആണ്. ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ്. ഇനി 0 അല്ലാത്ത ആൻസർ വരുന്നു വിചാരിക്കാം. നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് സപ്പോസ് കിട്ടുന്നത് സൈൻ തീറ്റ കോസ് തീറ്റ കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. അപ്പോൾ തീറ്റയിലുള്ള ഒരു ആൻസർ ആയിരിക്കും കിട്ടുക. 0 ആയതും 0 അല്ലാത്തതും ആലോചിച്ചാൽ മതി. അപ്പോൾ 0 അല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ തീറ്റ കോസ് സ്ക്വയർ തീറ്റ ഒരു തീറ്റയിലുള്ള ഔട്ട്പുട്ടായിരിക്കും കിട്ടുക. ഇങ്ങനെ വരികയാണെന്ന് നമ്മൾ പറയും ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് എന്താവില്ല? നോട്ട് കണ്ടിന്യൂസ് ആവില്ല. നോട്ട് കണ്ടിന്യൂസ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക. ഓക്കെ, ഇത്ര പറയേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പോളാർ ഫോമിലേക്ക് മാറ്റിയിട്ട് ലിമിറ്റ് കണ്ടെത്താനുള്ള ടെക്നിക്കായിട്ട് അപ്ലൈ ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾ ഈ ഒരു വഴി കൊടുത്താൽ മതി, അപ്ലൈ ചെയ്താൽ മതി. ഇതാണ് ഏറ്റവും സ്മൂത്തായിട്ട് സിമ്പിളായിട്ട് കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നത്. ഓക്കെ അല്ലേ? ഇനി പ്രോബ്ലത്തിലേക്ക് കടക്കാം. നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് വരാം. ചെക്ക് ദ കണ്ടിന്യൂറ്റി ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ഇമാജിനറി പാർട്ട് ഓഫ് ഇസെഡ് ബൈ മോഡ് സെഡ് z നോട്ട് ഈക്വൽ ടു 0 z ഈക്വൽ ടു 0. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂറ്റി നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഫൈൻഡ് ഔട്ട് വെദർ ഇറ്റ് ഈസ് കണ്ടിന്യൂസ്, അല്ലെങ്കിൽ ചെക്ക് ദ കണ്ടിന്യൂറ്റി, ചെക്ക് വെദർ ഈസ് കണ്ടിന്യൂസ്, അല്ലെങ്കിൽ ഷോ ദാറ്റ് കണ്ടിന്യൂസ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ എല്ലാം ഇപ്പോഴും ഉണ്ടാവുക. പാർട്ടിയിൽ എപ്പോഴും 3 മാർക്കിന് വരാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ചെക്ക് ചെയ്യേണ്ടത് എന്താ അറിയാം? ഇവിടെ ഇപ്പോൾ നമ്മുടെ ചെക്ക് ദ കണ്ടിന്യൂറ്റി എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇനി പറഞ്ഞാലും ഇല്ലെങ്കിലും കണ്ടോ, ഇതിൽ തന്നിരിക്കുന്നതിൽ സെഡ് നോട്ട് ഈക്വൽ ടു 0 സെഡ് ഈക്വൽ ടു 0 എന്നാണ്. കണ്ടോ? അപ്പോൾ 0നെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഫംഗ്ഷൻ ഇവിടെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യേണ്ടതും ഇനി പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും 0 എന്നുള്ള പോയിന്റിൽ മാത്രമായിരിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ 0 എന്നുള്ള പോയിന്റിൽ മാത്രം നമ്മൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ എഫ് സെഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? എഫ് സെഡ് എന്ന് പറയുമ്പോൾ സെഡ് 0 അല്ലെങ്കിൽ ഇമാജിനറി പാർട്ട് ഓഫ് ഇസെഡ് ബൈ മോഡ് സെഡ് 0 ആണെങ്കിൽ 0. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എഫ് സെഡ് ആയിട്ട് എടുക്കേണ്ടത് ഈ ഓപ്ഷൻ ആയിരിക്കണം എല്ലായ്പ്പോഴും. നോട്ട് ഈക്വൽ ടു 0 ഉണ്ടോ? നോട്ട് ഈക്വൽ ടു വരുന്ന അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എക്സ്പ്രഷൻ എന്താണോ അതിനാണ് നമ്മൾ എഫ് സെഡ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് ബൈ മോഡുലസ് ഓഫ് ഇസെഡ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതൊരു സെഡ് ഫോമിലുള്ള ഫംഗ്ഷനാണ്. അതാണ് നമ്മൾ എഫ് സെഡ് എന്ന് വിളിക്കുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യുക? കാർട്ടീഷ്യൻ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ കാർട്ടീഷ്യൻ ഫോം അനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു തന്നു, സെഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? വി ഹാവ് എക്സ് പ്ലസ് ഐ വൈ, വി ഹാവ് എക്സ് പ്ലസ് ഐ വൈ വേർ എക്സ് ഈസ് റിയൽ പാർട്ട് ഓഫ് സെഡ് ആൻഡ് വൈ ഈസ് ഇമാജിനറി പാർട്ട് ഓഫ് സെഡ്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ട് ഓഫ് ഇസെഡ് ആണ്, വൈ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇമാജിനറി പാർട്ട് ഓഫ് ഇസെഡ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിലുള്ളത് ആരാണ്? ഇമാജിനറി പാർട്ട് ഓഫ് ഇസെഡ് ദാറ്റ് ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ വൈ. ഓക്കെ, ഡിവൈഡഡ് ബൈ മോഡ് സെഡ്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി, ഈ സെഡ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട് എക്സ് പ്ലസ് ഐ വൈ ആണെന്ന് അല്ലേ? അപ്പോൾ മോഡ് സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നാണ്. ഓക്കെ, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മോഡ് സെഡ് അവിടെ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നിട്ട് കൊടുത്താൽ മതി. ഓക്കെ, അതാണ് എൻ്റെ കറസ്പോണ്ടിങ് ഇക്വേഷനായിട്ട് വരിക. ഇപ്പോൾ ഇതെന്തായി? തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഓൾറെഡി സെഡ് ഫോമിലായിരുന്നു, നമ്മളതിനെ എക്സ് വൈ പാറ്റേണിലേക്ക് മാറ്റി അല്ലേ? ഇതിനാണ് നമ്മൾ കാർട്ടീഷ്യൻ ഫോം എന്ന് വിളിക്കുന്നത്. ഇനി നമ്മളിതിനെന്ത് ചെയ്യുന്നു? പോളാറാക്കി കൺവെർട്ട് ചെയ്യുന്നു. അപ്പോൾ പോളാറാക്കി കൺവെർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ സ്ഥാനത്ത് ആർ കോസ് തീറ്റ കൊടുക്കുക, വൈൻ്റെ സ്ഥാനത്ത് ആർ സൈൻ തീറ്റ കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? ദാറ്റ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ വൈ ആണ് അല്ലേ? ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സിന് ആർ കോസ് തീറ്റയും നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഇങ്ങനെ ഒട്ടുമിക്ക ക്വസ്റ്റ്യനിലും ഈ മോഡ് സെഡ് വരുമല്ലോ. മോഡ് സെഡ് വരുമ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് എക്സിന് ആർ കോസ് തീറ്റയും വൈക്ക് ആർ സൈൻ തീറ്റ കൊടുത്താൽ എന്താ വരിക? എക്സിന് ആർ കോസ് തീറ്റ കൊടുത്താൽ എക്സ് സ്ക്വയർ എന്താവും? ആർ കോസ് തീറ്റയുടെ മൊത്തം സ്ക്വയർ അല്ലേ? ഹോൾ സ്ക്വയർ. അതേപോലെ വൈയോ ആർ സൈൻ തീറ്റയുടെ ഹോൾ സ്ക്വയർ ദാറ്റ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇത് സ്ക്വയർ ചെയ്താൽ ആർ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഇങ്ങനെ വരിക ഉണ്ടോ? ദാറ്റ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ കോമൺ അല്ലേ? അതിവിടെ നമ്മൾ റൂട്ടിൻ്റെ അകത്ത് തന്നെ കോമൺ ഫാക്ടർ എടുത്തു കഴിഞ്ഞാൽ ബ്രാക്കറ്റിൽ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. അത് 1 ആണ്. പഠിച്ചത് ഓർമ്മയില്ലേ? പണ്ട് നമ്മൾ റിസൾട്ടായിട്ട് ദാറ്റ് ഈക്വൽ ടു
റൂട്ട് ഓഫ് ആർ സ്ക്വയർ ദാറ്റ് ഈക്വൽ ടു ആർ. അപ്പോൾ മോഡ് സെഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണല്ലോ. അത് കാർട്ടീഷ്യൻ ഫോമിലാണ്. അതിൻ്റെ കറസ്പോണ്ടിങ് പോളാർ, ഈ ആറും തീറ്റും വരുന്നതിന് നമ്മൾ പോളാർ ഫോം എന്ന് പറയാം. ഓക്കെ അല്ലേ? എക്സും വൈയും വരുന്നതിന് നമ്മൾ കാർട്ടീഷ്യൻ ഫോം എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് പോളാർ ഫോമാണ് എന്തെന്ന് പറഞ്ഞത്? ആർ എന്ന് പറഞ്ഞത്. അപ്പോൾ മോഡ് സെഡ് കണ്ടാൽ നിങ്ങളവിടെ അതിന് ആർ എന്നുകൊണ്ട് കൊടുത്താൽ മതി. ചുരുക്കി പറഞ്ഞാൽ വേറൊന്നും ചിന്തിക്കണ്ട. വെരി സിമ്പിൾ. ഓക്കെ അല്ലേ? അപ്പോൾ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അതിൻ്റെ കാർട്ടീഷ്യൻ ഫോമാണ്. അവിടെ നമ്മൾ എക്സിന് ആർ കോസ് തീറ്റയും വൈക്ക് ആർ സൈൻ തീറ്റയും കൊടുത്താൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും? ആറാവും. നിങ്ങൾക്കത് ഇങ്ങനെ ഇവിടെ സ്റ്റെപ്പായിട്ട് എഴുതാമെന്ന് എഴുതാം. അത് എഴുതി വെറുതെ സമയം കളണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എല്ലായ്പ്പോഴും എന്തേ ആവുള്ളൂ? ഇറ്റ് ഈസ് ഓൾവേസ് ആർ. ഗോട്ട് ഇറ്റ്? അങ്ങനെ വരുള്ളൂ. ക്ലിയർ? അങ്ങനെ എഴുതി വെച്ചാൽ മതി. അപ്പോൾ ഈ ആറും കൊണ്ട് വെട്ടിക്കളഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? സൈൻ തീറ്റ എന്ന് കിട്ടും. കണ്ടോ? അപ്പോൾ എഫ് ഓഫ് സെറ്റിനെ നമ്മൾ പോളാർ ഫോമിലേക്ക് മാറ്റിയപ്പോൾ നമുക്കത് സിംപ്ലിഫൈ ചെയ്ത ശേഷം കിട്ടിയത് സൈൻ തീറ്റയാണ്. ഇനിയാണ് നമ്മുടെ ചോദ്യത്തിലേക്ക് കടക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ലിമിറ്റ് സെറ്റ് ടെൻസ് ടു 0 എഫ് ഓഫ് സെറ്റ്. ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. കണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ലിമിറ്റ് സെറ്റ് ടെൻസ് ടു 0 എഫ് ഓഫ് സെറ്റ്. ഓക്കെ അല്ലേ? അതിന് നമ്മൾ എന്താക്കി എഴുതുന്നു? ആർ തീറ്റ ഫോമിലേക്ക് മാറ്റി എഴുതുന്നു. നമ്മുടെ കയ്യിലുണ്ട്. ഇതാണ് ആർ തീറ്റ ഫോം, പോളാർ ഫോം എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ലിമിറ്റ് ആരുള്ളത്? നമുക്ക് സൈൻ തീറ്റ. അപ്പോൾ ഈ പോളാർ ഫോം ഇവിടെ എഴുതുമ്പോൾ നമ്മൾ പിന്നെ ഇസെഡ് ടെൻസ് ടു 0 എന്ന് എഴുതേണ്ട ആവശ്യമില്ല. ഇസെഡ് എന്ന് പറഞ്ഞത് ഈ എഫ് ഓഫ് സെറ്റിലാണ് സെഡ് വരുന്നത് അല്ലേ? ഇവിടെ സെഡ് ഇല്ല, പകരം ആർ തീറ്റയാണ്. ആറും തീറ്റയാണ് വരുന്നത്. ആറോടെ ഇല്ല. അപ്പോൾ ആർ തീറ്റ ഫോം എന്നതിനെ പറയുന്നത് ജനറലായിട്ട്. അപ്പോൾ ഇങ്ങനത്തെ കേസിലൊക്കെ നിങ്ങൾ ലിമിറ്റ് ഇങ്ങനെ ഉണ്ടായി കൊടുത്താൽ മതി. ഉണ്ടോ? എല്ലാ ക്വസ്റ്റ്യനിലും ലിമിറ്റ് ഇസെഡ് ടെൻസ് ടു 0 എന്നുള്ളത് ഈ തീറ്റ വരുമ്പോൾ അത് ആർ ടെൻസ് ടു 0 എന്നാക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ ലിമിറ്റ് കാണുക. ലിമിറ്റ് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വലിയ കോംപ്ലിക്കേഷനൊന്നും വിചാരിക്കണ്ട. ആർ എവിടെ ഉണ്ടോ അതിനെ പിടിച്ച് പൂജ്യമാക്കുക. ആർ എവിടെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് 0 കൊടുക്കുക. ആ സ്ഥലത്തിൻ്റെ 0 കൊടുക്കുക. ആറില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എന്താണോ അവിടെ ഉള്ളത് അത് അതേപോലെ ആൻസറായിട്ട് എഴുതി കൊടുക്കുക. ഉണ്ടോ? സൈൻ തീറ്റ. കാരണം ഇവിടെ ആറിലാണ് നമുക്ക് ലിമിറ്റ് അപ്ലൈ ഉള്ളത്. അപ്പോൾ ആറില്ലെങ്കിൽ അവിടെ നമുക്ക് ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനാണ് അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ നമ്മുടെ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ നേരത്തെ കൂടെ സൂചിപ്പിച്ചു, നമുക്ക് ഒന്നുകിൽ ഔട്ട്പുട്ട് കിട്ടൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ തീറ്റയിലുള്ളൊരു, അതായത് 0 അല്ലാത്ത ആളായിരിക്കും. അപ്പോൾ 0 ആണെങ്കിലാണ് നമ്മൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് കണ്ടിന്യൂസ് എന്ന് പറയാം. 0 അല്ലാത്ത പക്ഷം നമ്മൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് കണ്ടിന്യൂസ് അല്ല എന്ന് പറയും. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കിട്ടുക? ഇത് 0 ആണോ? അല്ല. ഇത് 0 വരാം. സൈൻ 0 ആണ്. പക്ഷേ എല്ലായ്പ്പോഴും 0 അല്ലല്ലോ. അത് 0 തന്നെ വരാൻ പാടുള്ളൂ ലിമിറ്റ്. അപ്പോൾ 0 അല്ലാത്തൊരു ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? സോ ദ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് അല്ലേ? ഹെൻസ് ഫങ്ഷൻ ഈസ്, അതായത് എഫ് സെറ്റ് ഈസ് നോട്ട് കണ്ടിന്യൂസ്. ഇത്ര എഴുതിയാൽ മതി. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. മോഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ആർ എന്നാണ് പോളാർ ഫോമിൽ. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കാർട്ടീഷ്യൻ ഫോമാണ്. വേറെ സ്റ്റെപ്സ് ഒന്നും എഴുതണ്ടെങ്കിൽ ഇത്ര മാത്രം മതി. 3 മാർക്കിൻ്റെ ചോദ്യമായിരിക്കും ഇത്. 3 മാർക്കിന് ധാരാളം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ നമ്മളെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മളെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് വെദർ ദ ഫംഗ്ഷൻ എഫ് സെറ്റ് ഇസ് ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് ഇസെഡ് സ്ക്വയർ ബൈ മോഡ് സെഡ് കൊമ സെഡ് നോട്ട് ഈക്വൽ ടു 0 സെഡ് ഈക്വൽ ടു 0 ഈസ് കണ്ടിന്യൂസ് അറ്റ് സെഡ് ഈക്വൽ ടു 0 അല്ലേ? ഇങ്ങനെയാണ് ചോദ്യം ഉണ്ടാവുക. അപ്പോൾ നേരത്തെ പറഞ്ഞ അതേപോലെ നിങ്ങൾ സൊല്യൂഷൻ എഫ് സെഡ് എടുക്കുന്നു അല്ലേ? എഫ് സെഡ് ഇവിടെ എന്താണ് ഈ കേസിൽ? സെഡ് നോട്ട് ഈക്വൽ ടു 0 കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് ആരാണ്? റിയൽ പാർട്ട് ഓഫ് സെഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ മോഡ് സെറ്റ്. ഓക്കെ ആണല്ലോ? ഇതിനെ നമ്മൾ കാർട്ടീഷ്യൻ ഫോമിലേക്ക് കൺവെർട്ട് ചെയ്യുന്നു അല്ലേ? അപ്പോൾ കാർട്ടീഷ്യൻ ഫോമിലേക്ക് കൺവെർട്ട് ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്ന കാര്യം എന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ എപ്പോഴും സെഡുമായിട്ട് ബന്ധപ്പെട്ടല്ലോ ഉണ്ടാവുക. ചിലപ്പോൾ റിയൽ പാർട്ട് ഓഫ് ഇസെഡ് ആയിരിക്കും, കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഇമാജിനറി പാർട്ട് ഓഫ് ഇസെഡ് ആയിരുന്നു, താഴെ മോഡ് സെഡ്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് സെഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതെന്താണ്? എക്സ് പ്ലസ് ഐ വൈ ആണ് കാർട്ടീഷ്യൻ ഫോമിൽ അല്ലേ? പക്ഷെ ഇവിടെ നമുക്ക് വേണ്ടത് നോക്ക് സെഡ് അല്ല. റിയൽ പാർട്ട് ഓഫ് ഇസെഡ് ആണെങ്കിൽ എക്സ് തന്നെ എഴുതിയാൽ മതി, പരിപാടി കഴിഞ്ഞു. അത് നമ്മൾ വൈ എഴുതിയ പോലെ. ഇവിടെ സെഡ് സ്ക്വയർ ആണ്, കണ്ടോ? അപ്പോൾ ആദ്യം നമ്മൾ സെഡ് സ്ക്വയർ എന്താണെന്ന് നോക്കണം. അപ്പോൾ സെഡ് എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ വാട്ട് അബൌട്ട് ഇസെഡ് സ്ക്വയർ? ദാറ്റ് ഈസ് എക്സ് പ്ലസ് ഐ വൈ ഹോൾ സ്ക്വയർ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യാം. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, ശരിയല്ലേ?
ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് ഐ ആദ്യം എഴുതിയാൽ അതാണ് ഒന്നും കൂടെ നന്നാവുക. അപ്പോൾ 2xy പ്ലസ് സ്ക്വയർ എന്ന് പറയുമ്പോൾ രണ്ട് പേർക്കും സ്ക്വയർ ബാധകമാണ്. ഐക്കും വേണം സ്ക്വയർ, വൈക്കും വേണം സ്ക്വയർ. ഐനെ മാത്രം മാറ്റി നിർത്താൻ പാടില്ല. ദാറ്റ് ഈക്വൽസ് എക്സ് സ്ക്വയർ പ്ലസ് ഐ 2xy. ഐ സ്ക്വയറിൻ്റെ വാല്യൂ അല്ല ഇപ്പോഴും -1 വരാം കേട്ടോ, ഒന്ന് നോട്ട് ചെയ്യുക. ഐ എന്താണ്? ഐ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് -1 എന്നാണ്. ഐ മീൻസ് ഇമാജിനറി. അതാണ് ഈ കോംപ്ലക്സ് നമ്പറിൽ വരുന്ന ടേമാണ് ഐ അല്ലേ. ഐ എനി നമ്പർ ഓഫ് ദ ഫോം a പ്ലസ് ഐ ബി, അതിനെ നമ്മൾ കോംപ്ലക്സ് നമ്പർ എന്ന് വിളിക്കുക. അപ്പോൾ ഐ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് -1, സോ ദാറ്റ് ഐ സ്ക്വയർ ഈസ് -1. ഐ സ്ക്വയർ നിങ്ങൾ എവിടെ കണ്ടു കഴിഞ്ഞാലും -1. ഓക്കെ അല്ലേ. അപ്പോൾ ഇത് പ്ലസ് ഇൻറ്റു മൈനസ് ആവും, കൂടെ വൈ സ്ക്വയർ ഉണ്ടോ. ഇനി ഏതൊരു കോംപ്ലക്സ് സ്ട്രക്ചറിനും നമ്മളെങ്ങനെയാണ് വിശേഷിപ്പിക്കാറ്? സാധാരണ എക്സ് പ്ലസ് ഐ വൈ, യു പ്ലസ് ഐ വി, എ പ്ലസ് ഐ ബി, റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും. ഐ ഉള്ളത് ഒരുമിച്ച്, ഐ ഇല്ലാത്തത് ഒരുമിച്ച്. ഇവിടെ മൊത്തം 3 ടേം ഉണ്ട്, 1 2 3. അപ്പോൾ ഐ ഇല്ലാത്ത എവിടേക്കാണ്? നമുക്കിവിടെ എക്സ് സ്ക്വയറിൽ ഐ ഇല്ല, -y സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു 2xy ഉണ്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു പാറ്റേണിൽ അറേഞ്ച്മെൻറ്റ് കൊടുക്കുക. അപ്പോൾ ഇതിനെയാണ് നമ്മൾ റിയൽ പാർട്ട് ഇവിടെ എക്സ് സ്ക്വയർ -y സ്ക്വയർ എന്നും ഇമാജിനറി പാർട്ട് നമ്മൾ 2xy എടുക്കും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ അനുസരിച്ചുകൂടെ നമുക്ക് വേണ്ടത് ആരൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ റിയൽ പാർട്ട് ഓഫ് ഇസെഡ് സ്ക്വയർ. സോ വാട്ട് ഈസ് റിയൽ പാർട്ട് ഓഫ് ഇസെഡ് സ്ക്വയർ? എക്സ് സ്ക്വയർ -y സ്ക്വയർ. നമുക്ക് ഇനി ഇസെഡ് സ്ക്വയർ വേറെ എവിടെയെങ്കിലൊക്കെ ആവശ്യം വരും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടെക്നിക്ക് അവിടെ ആലോചിച്ചാൽ മതി. ഇത് കാണാൻ പഠിക്കൊന്നും വേണ്ട. അപ്പോൾ റിയൽ പാർട്ട് ഓഫ് ഇസെഡ് സ്ക്വയർ എന്താണ്? എക്സ് സ്ക്വയർ -y സ്ക്വയർ. ഓക്കെ. ആസ് വെൽ ആസ് ഇമാജിനറി പാർട്ട് ഓഫ് ഇസെഡ് എന്താണ്? 2xy ആണ്. അവിടെ നമുക്ക് ആവശ്യമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ അല്ലേ. അപ്പോൾ റിയൽ പാർട്ട് ഓഫ് ഇസെഡ് സ്ക്വയർ ആണ് നമുക്കിവിടെ വേണ്ടത്. അത് എക്സ് സ്ക്വയർ -y സ്ക്വയർ ആണ്. ദെൻ മോഡ് സെഡ് നമ്മൾ നേരത്തെ പറഞ്ഞ ആൾ തന്നെ, ഓർമ്മയില്ലേ? കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മളിതാ അവിടെ പറഞ്ഞല്ലോ. എന്താണ് മോഡ് സെഡ്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, അല്ലെങ്കിൽ ആർ എന്ന് എഴുതിയാലും മതി നേരിട്ട് കേട്ടോ. അപ്പോൾ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. കറക്റ്റ്. ദാറ്റ് ഈക്വൽ ടു, നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരാം. ദാറ്റ് ഈക്വൽ ടു നിങ്ങളിങ്ങനെ എഴുതിയാൽ മതി എക്സാമിന് കേട്ടോ. അതുകൊണ്ട് താഴെ എഴുതി പോയാൽ മതി. ഞാൻ ആ സ്പേസ് ഇങ്ങനെ എന്തായിക്കോട്ടെ വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ടൊന്ന് മാറ്റി എഴുതിയാണ്, കുഴപ്പമില്ലല്ലോ. നിങ്ങൾ നേരെ ഇങ്ങനെ എഴുതി പോന്നാൽ മതി. നോട്ട് എഴുതുമ്പോൾ അതിൻ്റെ താഴോട്ട് ഇങ്ങനെ പോന്നാൽ മതി. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് ഞാൻ ഇവിടെ വരാം. ദെയർഫോർ എഫ് സെഡ് ഇസ് ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് സെഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ മോഡ് സെഡ് അല്ലേ. അപ്പോൾ റിയൽ പാർട്ട് ഓഫ് സെഡ് സ്ക്വയർ നമുക്ക് കിട്ടി എന്താണെന്ന്? എക്സ് സ്ക്വയർ -y സ്ക്വയർ അല്ലേ, ഡിവൈഡഡ് ബൈ മോഡ് സെഡ് ഇസ് വാട്ട്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. കറക്റ്റ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? അടുത്ത സ്റ്റെപ്പിൽ ഇതിനെ പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. പോളാർ ഫോം മീൻസ് എക്സിന് ആർ കോസ് തീറ്റ, വൈക്ക് ആർ സൈൻ തീറ്റ. അത് മറന്നു പോകരുത്. എക്സിന് ആർ കോസ് തീറ്റ, വൈക്ക് ആർ സൈൻ തീറ്റ. ഓക്കെ അല്ലേ? എക്സിന് ആർ കോസ് തീറ്റ, വൈക്ക് ആർ സൈൻ തീറ്റ. അപ്പോൾ അതോടെ കൊടുത്ത് എന്താ സംഭവിക്കുക? എക്സിൻ്റെ സ്ഥാനത്ത് ആർ കോസ് തീറ്റ അല്ലേ, ഹോൾ സ്ക്വയർ, മൈനസ് വൈൻ്റെ സ്ഥാനത്തോ ആർ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ, ഇത് നമുക്കറിയാം എന്താ സംഭവിക്കാമെന്നല്ലേ, ആറാവും. അത് എഴുതിയാൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഓർമ്മയില്ലേ? നമ്മൾ ഈ സ്റ്റെപ്പ് ഇതവിടെ ഇങ്ങനെ പ്രൊവൈഡ് ഉണ്ടാച്ചിട്ടാണ്. അതാണ് സാധനം കണ്ടോ, അതിങ്ങനെ എഴുതി വരണ്ടാച്ചിട്ടാണ്. അതുകൊണ്ട് പഠിച്ചു വെച്ചാൽ മതി നിങ്ങൾ. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കിട്ടുക നോക്കുക. നെക്സ്റ്റ് ഫർദർ സ്റ്റെപ്പിൽ ദാറ്റ് ഈക്വൽസ് അത് ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യാം നമുക്ക്. അപ്പോൾ എന്താ കിട്ടുക? ആറിനും സ്ക്വയർ വേണം, കോസിനും സ്ക്വയർ വേണം കേട്ടോ. അപ്പോൾ ആർ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ മൈനസ് നെക്സ്റ്റ് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഹോൾ ബൈ ആർ. ഇതാണ് ഇപ്പം നമുക്ക് കിട്ടുന്നത്. കറക്റ്റ് അല്ലേ? സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ അത് എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അവസാനം നമ്മൾ ലിമിറ്റ് കാണാനുള്ളൊരു സ്റ്റെപ്പ് വരുന്നുണ്ട്. അവിടെ വെച്ച് വെട്ടാനുള്ളത് വെട്ടി കളഞ്ഞാലും മതി. ഓക്കെ അല്ല, ഒന്നും പ്രശ്നമുള്ള കാര്യമല്ല. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അവിടെ നമുക്ക് ഇവിടെ തന്നെ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്ക്, ദാറ്റ് ഈക്വൽ ടു രണ്ടിലും കോമൺ ഫാക്ടറാണ് ആര്? ആർ സ്ക്വയർ ബ്രാക്കറ്റിൽ കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഓൾ ഡിവൈഡഡ് ബൈ ആറ് അല്ലേ. ഒരാറ് മുകളിലും ഒരാറ് താഴെയും വെട്ടാം. ബാക്കി എന്ത് കിട്ടും നമുക്ക്? ആറിൻ്റെ ബ്രാക്കറ്റിൽ കോസ് സ്ക്വയർ തീറ്റ
അല്ലെങ്കിൽ അത് ലാസ്റ്റ് വെച്ച് സിംപ്ലിഫൈ ചെയ്താലും മതി കേട്ടോ. നമ്മൾ എന്തായാലും ലിമിറ്റ് കാണുമ്പോൾ സിംപ്ലിഫൈ ചെയ്യും. അത് നമ്മളിവിടെ തനായ തന്നെ ചെയ്ത് വെച്ചതേ ഉള്ളൂ. ലിമിറ്റ് z ടെൻസ് ടു 0 f of z ഓക്കെ ഈക്വൽ ടു ലിമിറ്റ് അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്താൽ മതി, എഫ് ഓഫ് സെറ്റ് ആണ് ഈ കാണുന്ന സാധനം, x² - y² ബൈ കാർട്ടീഷ്യൻ ഫോം √(x² + y²). അതിന് നമ്മൾ മാറ്റി എഴുതിയ പോളാർ ഫോം നോക്കുക. എന്താണ് r cos² തീറ്റ ബ്രാക്കറ്റ് r ഇൻറ്റു ബ്രാക്കറ്റ് cos² തീറ്റ മൈനസ് sin² തീറ്റ r ടെൻസ് ടു 0. ഓക്കെ, എത്ര പണിയുണ്ടോ. അപ്പോൾ നമ്മൾ ഈ പോളാർ ഫോം ഇവിടെ എഴുതി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ z ടെൻസ് ടു 0 എന്ന് എഴുതരുത് കേട്ടോ. അത് ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ. ഓക്കെ അല്ലേ, ഇതിനെ നമ്മൾ ഇങ്ങോട്ട് കൺവെർട്ട് ചെയ്യാണ് നമ്മളെ സൗകര്യത്തിന് വേണ്ടിയിട്ട്. ഇനി എന്ത് ചെയ്യുക, നിങ്ങൾ r എവിടെയൊക്കെ ഉണ്ടോ അതിനോട് പിടിച്ച് 0 കൊടുക്കുക. r ഇവിടെ ഉണ്ട്, ഇതാ ആകെ 2 ടേമാണ് അല്ലേ, ഇതൊരു പ്രൊഡക്റ്റാണ് r ഇൻറ്റു ദിസ് 1. അപ്പോൾ ബ്രാക്കറ്റിനെ പുറത്ത് തന്നെ 0 വന്നു കഴിഞ്ഞാൽ ഉറപ്പിക്കാം ആൻസർ ടോട്ടൽ എന്താവും, 0 ആവും. ഈ ലിമിറ്റ് 0 വരുമ്പോഴാണ് നമ്മളിതിനെ കണ്ടിന്യൂസ് ആണെന്ന് ഡിക്ലെയർ ചെയ്യൽ. 0 അല്ല. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പോലെ ഇങ്ങനത്തെ ഒരു ആൻസർ വരുമ്പോഴാണ് നമ്മൾ എന്താ പറയുക, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അതിനാൽ ഇത് കണ്ടിന്യൂസ് അല്ല എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ടതല്ലേ നിങ്ങൾ. അപ്പോൾ അതാണ് വ്യത്യാസം കേട്ടോ. ഓക്കെ അല്ലേ. ലിമിറ്റ് എക്സിസ്റ്റ്സ് ആൻഡ് ഹെൻസ് ഫങ്ഷൻ ഈസ് ഓർ എഫ് സെറ്റ് ഈസ് കണ്ടിന്യൂസ്. ഈ റിപ്പോർട്ട് പറഞ്ഞു കേട്ടോ അവസാനം, അറ്റ് സെറ്റ് ഈക്വൽ ടു 0. ഇതാണ് നമുക്ക് പറയാനുള്ള പോയിൻ്റ്. ഓക്കെ അല്ലേ. കണ്ടിന്യൂറ്റി ഇപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് കരുതുന്നു. 1-2 ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ചെക്ക് ദ കണ്ടിന്യൂറ്റി ഓഫ് എഫ് സെറ്റ് ഇസ് ഈക്വൽ ടു ഇമാജിനറി പാർട്ട് ഓഫ് z² ബൈ mod z², z നോട്ട് ഈക്വൽ ടു 0, 0, z ഈക്വൽ ടു 0, അറ്റ് z ഈക്വൽ ടു 0. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടിന്യൂറ്റി ആസ് യൂഷ്വൽ ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, എഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാ നോക്കുക. ഇതാണ് എഫ് സെറ്റ്, ഇമാജിനറി പാർട്ട് ഓഫ് z² ബൈ ഇമാജിനറി പാർട്ട് ഓഫ് z² ആണ് കേട്ടോ, ശ്രദ്ധിക്കണം, ഡിവൈഡഡ് ബൈ മോഡ് z². ക്ലിയർ. അപ്പോൾ z² നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചാണ്, ഇനി നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട. എക്സാമിന് ഇത് ചോദിച്ചാൽ നിങ്ങൾ വേണമെങ്കിൽ ചെയ്ത് വെച്ചാൽ മതി, കാണാതെ പഠിക്കേണ്ട, അത് നല്ലത് കേട്ടോ. അപ്പോൾ z എന്ന് പറഞ്ഞാൽ x പ്ലസ് ഇതാ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്ത അതേ പ്രൊസീജിയർ ഇവിടെ നമ്മൾ ചെയ്തല്ലോ. ഇതാ z എന്ന് പറഞ്ഞാൽ x പ്ലസ് i y, z² എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, അപ്രകാരം വരുമ്പോൾ ഇങ്ങനെ വരും. അതുകൊണ്ട് റിയൽ പാർട്ട് ഇതാണെന്നുള്ളത്, ഇമാജിനറി പാർട്ട് ഇതാണെന്നുള്ളത്. ഇപ്പോൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് നമ്മൾ കൊണ്ട് റിപ്പീറ്റ് ചെയ്യണില്ല. അപ്പോൾ റിയൽ പാർട്ട് ഓഫ് z² നമ്മൾ x² - y² എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ എഴുതാത്തൊരു കാര്യമുണ്ട്, അതെന്താണ്, ഇമാജിനറി പാർട്ട് ഓഫ് z² അല്ലേ. അതെന്താണ് ഈ കേസിൽ വരിക, ഐൻ്റെ കൂടെ ഉള്ള ആൾ, ഐൻ്റെ കൂടെ ഉള്ള ആൾ, അതായത് ഐ വേണ്ട, ഐ ഉൾപ്പെടുത്തരുത് കേട്ടോ. ഐൻ്റെ കൂടെ ഉള്ള ആളും ഐ ഇല്ലാത്ത ആളും, അതാണ് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും. അപ്പോൾ ഇമാജിനറി പാർട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ആരെടുത്താൽ മതി, നിങ്ങൾ ഈ 2xy മാത്രം എടുത്താൽ മതി. ക്ലിയർ അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യണില്ല, അത് നമ്മുടെ കയ്യിലുള്ളതുകൊണ്ടാണ്. എക്സാമിന് വരുമ്പോൾ നിങ്ങൾ ആ സ്റ്റെപ്പോടെ ചെയ്ത് കാണിച്ചാൽ മതി. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ട് വാട്ട് ഈസ് ഇമാജിനറി പാർട്ട് ഓഫ് z² ദാറ്റ് ഈക്വൽ ടു 2xy അല്ലേ. നമ്മുടെ കയ്യിലുണ്ടല്ലോ സാധനം, എന്താ ഇമാജിനറി പാർട്ട് ഓഫ് z² എന്താണ്, 2xy. ഓക്കെ, 2xy ഡിവൈഡഡ് ബൈ മോഡ് z. മോഡ് z നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. വാട്ട് ഈസ് മോഡ് z, എന്താ ഇമാജിനറി സോറി ഇവിടെ എഴുതാം അല്ലേ. ഇമാജിനറി പാർട്ട് ഓഫ് z² ഈസ് 2xy. ദെൻ മോഡ് z നമ്മൾ നേരത്തെ പറഞ്ഞു √(x² + y²) അല്ലേ. അപ്പോൾ വാട്ട് ഈസ് മോഡുലസ് ഓഫ് z²? മോഡ് z റൂട്ടുണ്ട്, മോഡ് z സ്ക്വയർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, റൂട്ട് ക്യാൻസൽ ആവും. അപ്പോൾ x² + y². ഓക്കെ അല്ലേ. അപ്പോൾ മോഡ് z √(x² + y² ആണ്. പക്ഷേ മോഡ് z സ്ക്വയർ എന്ന് പറയുമ്പോൾ റൂട്ടുണ്ട് ഒഴിവായി കൊടുത്താൽ മതി, x² + y². അപ്പോൾ എന്താ വ്യത്യാസം ഉണ്ടാവുക നിങ്ങൾക്ക് അറിയാലോ. ഇതാ ഇവിടെ നമ്മൾ നേരത്തെ കണ്ടല്ലോ, മോഡ് z നമുക്ക് 6 കിട്ടിയത് എങ്ങനെ ഓർമ്മയില്ലേ. യെസ്. അപ്പോൾ ഈ റൂട്ടുണ്ട് ഒഴിവായ എന്താ അവസ്ഥ ഉണ്ടാവുക, റൂട്ട് പോയാൽ ഇതാ r² എന്ന് വരും. റൂട്ട് r² ആണ് 6 ആവുന്നത്. അല്ലാത്ത പക്ഷം റൂട്ടില്ലെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കി, ഇവിടെ റൂട്ടില്ലെങ്കിൽ ഇത് r² ആയിട്ട് തന്നെ അവിടെ റിട്ടേൺ ചെയ്യും അല്ലേ. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് എന്താ വരും ഇവിടെ, ഇതാ ഇവിടെ എന്ത് വരും, മോഡ് z² = x² + y² ദാറ്റ് ഈക്വൽ ടു r². അപ്പോൾ ഈ r² എങ്ങനെ കിട്ടുന്നത്, എക്സിൻ്റെ സ്ഥാനത്ത് r cos θയും വൈൻ്റെ സ്ഥാനത്ത് r sin θ കൊടുക്കുമ്പോഴാണ്. ഓക്കെ അല്ലേ. അതിങ്ങനെ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട്
അപ്പോൾ ഇവിടെ ഞാൻ എഴുതുകയാണ് മോഡ് z സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമ്മൾ കാർട്ടീഷ്യൻ ഫോമിലേക്ക് എത്തി. ഇനി നമ്മൾ നേരിട്ട് ലിമിറ്റിലേക്ക് പോവാം. ദെർഫോർ ലിമിറ്റ് z ടെൻസ് ടു 0 f ഓഫ് z ഇസ് ഈക്വൽ ടു ലിമിറ്റ് 2 ഇൻറ്റു എക്സ് എന്താണ് ആർ കോസ് തീറ്റ, എന്താണ് ആർ കോസ് തീറ്റ, വൈ എന്താണ് ആർ സൈൻ തീറ്റ. ശരിയല്ലേ? അപ്പോൾ 2 ഇൻറ്റു ആർ കോസ് തീറ്റ ഇൻറ്റു ആർ സൈൻ തീറ്റ ഓൾ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, അതായത് മോഡ് z സ്ക്വയർ. അത് നിങ്ങൾ എന്ത് കൊടുത്താൽ മതി, അവിടെ ആർ സ്ക്വയർ എന്നിട്ട് കൊടുത്താൽ മതി. അത് വീണ്ടും അവിടെ ചെയ്ത് സമയം കളയണ്ട. അതിനാകെ 3 മാർക്കേ ഉണ്ടാവുള്ളൂ. 3 മാർക്കിൽ നിന്നൊക്കെ എത്ര മതി, ഡീറ്റെയിൽഡ് സ്റ്റെപ്സിൻ്റെ യാതൊരു കാര്യമില്ല. ഇനി ഇവിടെ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക, അതെന്താണ് ആർ ടെൻസ് ടു 0. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും മനസ്സിൽ, ഇതൊന്നും ഇല്ലാതെ കണ്ട് എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടൂല എന്നുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളതിൻ്റെ കറക്റ്റ് ഒരു അതിൻ്റെ ഒരു എൻവലപ്പാണ് ഈ പറയുന്നത്. ഇങ്ങനെയാണ് ഇത് പക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ തന്നെ എഴുതി പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ എന്തെങ്കിലും സിംപ്ലിഫൈ ഉണ്ടോ നോക്കാം. ആറിന് ചാടി കയറി 0 കൊടുക്കരുത് കേട്ടോ, അത് ശ്രദ്ധിക്കണം. ആറ് നമ്മൾ 0 കൊടുക്കുക എന്നുള്ളതിൻ്റെ എൻഡ് എന്ന് പറഞ്ഞാൽ, പക്ഷേ അത് കൊടുക്കുന്നതിന് മുന്നേ ആദ്യം ഒരു കാര്യം നമ്മൾ കൺഫേം ചെയ്യണം. ഓക്കെ അല്ലേ? ഒരിക്കലും നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ 0/0 അല്ലെങ്കിൽ താഴെ 0 വരാൻ പാടില്ല. ഓക്കെ അല്ലേ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ലിമിറ്റ് കണ്ടെത്താൻ പറ്റില്ല, എക്സിസ്റ്റ് ചെയ്യില്ല നമ്മൾ പറയാം. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമെന്നൊക്കെ നോക്കി ഏറ്റവും അവസാനം മാത്രമേ നിങ്ങൾ ആ ലിമിറ്റ് എന്ന സ്റ്റെപ്പ് അവിടെ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തില്ല അല്ലേ, സാധാരണ സാറില്ല, നമ്മൾ സാധാരണ ഇവിടെയല്ലേ കൊടുക്കൽ, അതാണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടാണ് ചെയ്യുക അല്ലേ. അപ്പോൾ 2 ആർ കോസ് തീറ്റ അതിവിടെ ചെയ്താലും മതി കേട്ടോ, കുഴപ്പമില്ല. 2 ആർ കോസ് തീറ്റ വൈ ആർ സൈൻ തീറ്റ അല്ലേ. നമ്മളെല്ലാ ക്വസ്റ്റ്യനിലും ഇവിടെയായിരുന്നു ചെയ്തിരുന്നത്, അതാണ്. ഇത് ആർ സ്ക്വയർ ഞാനത് എടുത്ത് എഴുതിയെന്നുള്ളൂ കേട്ടോ, അപ്പോൾ ഉറപ്പാക്കണ്ട. എന്താ നമുക്ക് വേണമെങ്കിൽ ആ എഴുതിയ പോലെ തന്നെ പോവാം. അവിടെ നോട്ടെ ദാറ്റ് ഈക്വൽ ടു 2 ഇൻറ്റു ആർ എന്താവും ആർ സ്ക്വയർ. കറക്റ്റ്. കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ, അത് പ്രകാരം തന്നെ എഴുതിയാൽ മതി. കോസ് തീറ്റ സൈൻ തീറ്റ ഓൾ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. കറക്റ്റ് അല്ലേ? ആർ ഇൻറ്റു ആർ സ്ക്വയർ. ആർ ഒരുമിച്ചു, തീറ്റ ടേംസ് ഒരുമിച്ച് എഴുതുക, അത്രയേ ഉള്ളൂ, ഒരു ഓർഡറിൽ എഴുതുക. അപ്പോൾ 2 ആർ ഇൻറ്റു ആർ സ്ക്വയർ കൂടെ കോസ് തീറ്റ സൈൻ തീറ്റ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. ആർ സ്ക്വയറും കറക്റ്റായിട്ട് വെട്ടാം അല്ലേ, കാരണം ഇത് ഇൻറ്റു ആണല്ലോ. ഇവിടെ പ്ലസ് എന്തൊക്കെ വരുമ്പോഴേ കോമൺ ഫാക്ടേഴ്സ് ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. ഇൻറ്റു ആണെങ്കിലൊക്കെ ഐസൊലേറ്റഡ് ആണ്, ധൈര്യത്തെ വെട്ടികളെ. ബാക്കി നമുക്ക് ഫൈനൽ ആൻസർ എന്താ കിട്ടുക ഇവിടെ, 2 കോസ് തീറ്റ സൈൻ തീറ്റ. ശരിയല്ലേ? 2 കോസ് തീറ്റ സൈൻ തീറ്റ, ഇതാണ് നമുക്കിവിടെ കിട്ടുന്ന ഔട്ട്പുട്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അത് കുഴപ്പമില്ല കേട്ടോ, നേരത്തെ ഞാൻ എഴുതിയ സ്റ്റെപ്പ് തെറ്റായിട്ടെല്ലാം വായിച്ചു കളഞ്ഞത്, അതങ്ങനെയും ചെയ്യാം. ഓക്കെ അല്ലേ? ഞാൻ കഴിഞ്ഞ 2 ക്വസ്റ്റ്യൻ ഈ ഓർഡറിൽ പറഞ്ഞുകൊണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒരു കൺഫ്യൂഷൻ ആവേണ്ട വെച്ചിട്ട് ഞാൻ വീണ്ടും മാറ്റി എഴുതുന്നുള്ളത്. അത് നമ്മളെന്തായാലും അറ്റ്ലീസ്റ്റ് ആ ലിമിറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ലിമിറ്റ് കാണുന്നതിൻ്റെ മുന്നേ ഈ ഒരു വർക്ക് അവിടെ ചെയ്താലും മതി. അപ്പോൾ ലിമിറ്റ് z ടെൻസ് ടു 0 f ഓഫ് z ഇസ് ഈക്വൽ ടു, ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ അല്ലേ. ലിമിറ്റ് r ടെൻസ് ടു 0 എന്താ വരിക, 2 കോസ് തീറ്റ സൈൻ തീറ്റ. അപ്പോൾ നമ്മൾ അൾട്ടിമേറ്റ് ആയിട്ട് എന്താ ചെയ്യാം, ആറിന് 0 കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ 6 ഉണ്ട് അതിൻ്റെ അകത്ത് ഇല്ല. അപ്പോൾ 6 ഇല്ലെങ്കിൽ ആൻസർ എന്ന് പറഞ്ഞാൽ അതിനടുത്ത് എഴുതിയാൽ മതി, 2 കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ അല്ലേ. ഓക്കെ, ഇതെന്തല്ല 0 അല്ല. 0 ആണെങ്കിൽ കണ്ടിന്യൂസ് ആണ്, 0 അല്ലാത്ത ആൻസർ ആണെങ്കിൽ കണ്ടിന്യൂസ് അല്ല. അപ്പോൾ നമ്മളിവിടെ റിപ്പോർട്ട് പറയും ദെർഫോർ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ആൻഡ് ഹെൻസ് ഫങ്ഷൻ എഫ് സെഡ് ഈസ് നോട്ട് കണ്ടിന്യൂസ്. ഓക്കെ, കണ്ടിന്യൂറ്റി ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് കരുതുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ ക്ലാസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ, ഈ പറയുന്ന ക്വസ്റ്റ്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾ എഴുതി പഠിക്കുക കൂടെ വേണം കേട്ടോ. നമ്മൾ എഴുതുക എന്നുള്ളത് എല്ലാവർക്കും ഒരു മടിയുള്ള കാര്യമാണത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ ചെയ്യുന്നത് പോലെ തന്നെ ഒന്ന് നോക്കിയിട്ട് സൗകര്യം പോലെ നിങ്ങൾ നോട്ട്ബുക്കൊന്നും വേണമെന്നില്ലല്ലോ, കുറച്ച് ന്യൂസ് പ്രിൻ്റ് വാങ്ങിച്ചിട്ട് അതിലേക്കൊന്ന് മാറ്റി എഴുതുക, എന്നിട്ട് പഠിക്കുക. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻസൊക്കെ അത് കണ്ട ശേഷം ക്വസ്റ്റ്യൻസൊക്കെ
നന്നായിട്ട് ഒരു പേപ്പറിലേക്ക് എഴുതിയെടുക്കുക ഈ ചെയ്ത സ്റ്റെപ്സൊക്കെ. ഓക്കെ അല്ലേ? എന്നിട്ട് അത് നോക്കിയിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ അല്ലേ? ഇതിങ്ങനെ ക്ലാസ് പറയുന്നത് ശ്രദ്ധിക്കുക. ക്ലാസ് പറഞ്ഞ ശേഷം നിങ്ങൾ ഈ നോട്ട് എഴുതിയെടുത്തിട്ട് പഠിക്കുക.